ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് ചെയ്യാൻ പോകുന്നത് പഴം നിറച്ചത്. ഇന്നത്തെ 4 മണി പലഹാരമാണിത്. ഞാനിത് ചെയ്യാനെടുത്ത പോർത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. പാൻ ചൂടായി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായി. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നുറുക്കിയതാണ്. ഒരുപാട് അങ്ങ് മൂക്കാൻ നിൽക്കേണ്ട, ചെറിയൊരു കളർ മാറുമ്പോൾ ഉണക്കമുന്തിരി ചേർക്കാം. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി, ഇനി 1 കപ്പ് തേങ്ങ, ഇതിനോടൊപ്പം നിങ്ങൾക്ക് വേണമെന്നൊരു അവലും ചേർക്കാം. പക്ഷേ അവൽ ലാസ്റ്റ് വേണം. അതും വെള്ള അവൽ ലാസ്റ്റ് വേണം ചേർക്കേണ്ടത്. ഒന്ന് ജസ്റ്റ് ഇട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ കട്ടിയായി പോകുന്നത്. ഇങ്ങനൊരു 3 മിനിറ്റ് ഇളക്കി തേങ്ങയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി നെയ്യുടെ മണമാവും. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് അതൊന്ന് അലിഞ്ഞ് ഇതിനോട് ചേരണം. അത്രയേ ഉള്ളൂ. നല്ല ചൂടായി കിടക്കുന്ന പാനല്ലേ, പെട്ടെന്ന് അലിഞ്ഞ് ചേരും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പാൻ ചൂടല്ലേ. ഏത്തപ്പഴം അതിൻ്റെ ഫില്ലിങ് നിറച്ചതിന് ശേഷം നമുക്കതൊരു മാവ് കൊണ്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ടേബിൾ സ്പൂൺ മാവിട്ട് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇനി അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ആകരുത്, ഇതൊരു പേസ്റ്റ് പോലെ ഇരിക്കണം. വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് വേണം ഇളക്കിയെടുക്കേണ്ടത്. 2 ഏത്തക്കയല്ലേ ഉള്ളൂ, ഇവിടെ കഴിക്കാൻ ആൾ കുറവാണ്. ഇതുപോലെ ആയിട്ടുണ്ട്. വെള്ളം കൂടരുത്. പിന്നെ ഇതിനകത്ത് പഴത്തിൻ്റെ മധുരവും ഫില്ലിങ്ങിലുള്ള പഞ്ചസാരയുടെ ഇതുമൊക്കെ ഇതിലേക്ക് ഇറങ്ങിക്കൊള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് മധുരം ചേർക്കണ്ട. ഏത്തക്ക ഒന്ന് റെഡിയാക്കി എടുക്കാം. എൻ്റെ 2 അറ്റം ഒന്ന് കട്ട് ചെയ്താൽ പിന്നെ ഉരിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഷേപ്പ്. ഈ നടുഭാഗമാണ് നമ്മളൊന്ന് പോന്തി എടുക്കേണ്ടത്. ഒരുപാടങ്ങ് താത്തിത് സെപ്പറേറ്റ് ആക്കരുത്, ഇങ്ങനെ പോന്താവും. ഇനി ഇതിനകത്താണ് നമ്മൾ ഫില്ലിങ് വയ്ക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, സെപ്പറേറ്റ് ആക്കരുത്. 2 അറ്റവും കട്ട് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കലക്കി വെച്ചിരുന്നില്ലേ, ആ ഫില്ലിങ് കവർ ചെയ്ത് വയ്ക്കണം. വേണ്ട.
ഇനി ഇതുപോലെ തന്നെ അടുത്തതും ചെയ്യാം. അതാണ്ടോ ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഇതുപോലെ വേണം ഫില്ലിങ് നിറച്ചതിന് ശേഷം മാവ് ഒട്ടിച്ച് വയ്ക്കേണ്ടത്. അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യാം. ഇത് ശരിക്കും നല്ലപോലെ ഉറച്ചിരിക്കത്തക്ക രീതിയിൽ ആ ഒരു ഇതിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്യേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് ആക്കരുത്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വയ്ക്കാം. ഈ മിഡിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനത്തെ സൈഡിലോട്ട് തള്ളി നീക്കിയാൽ മതി. കൈ കൊണ്ടും കൂടെ ഒന്ന് ഒതുക്കി കൊടുക്കണം. രണ്ടെണ്ണവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി. ഇനി ഇതിലേക്ക് നെയ്യ് ചേർക്കാം. ഒന്ന് ഫ്രൈ ചെയ്യാനുള്ളത് മതി. നെയ്യ് ചൂടായി. ഇനി പഴം വയ്ക്കാം. പഴം വയ്ക്കുമ്പോൾ നമ്മൾ മാവ് വെച്ച് ഒട്ടിച്ച പാവല്ലേ, അത് മുകളിലോട്ട് വയ്ക്കണേ. ഞാൻ ഓരോന്ന് വെച്ച് ഇട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ചെറിയ തീയിലിട്ട് വേണം ചെയ്യേണ്ടത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ആദ്യം നമ്മൾ ഫില്ല് ചെയ്ത ഭാഗം മുകളിലോട്ട് വെച്ചിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുകൊണ്ട് തന്നെ ആ മാവ് ഒന്ന് ഒട്ടി വരും, ഉണങ്ങി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിടുമ്പോൾ ഒലിച്ചൊന്നും പോവില്ല. നല്ലതുപോലെ തന്നെ അത് അടിഭാഗത്ത് പോയിട്ട് മൂത്ത് വരും. നമ്മുടെ പഴം നിറച്ച് റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായത്. ഇത് കഴിക്കുന്ന ആർക്കും ഇത് ഇഷ്ടപ്പെടുന്ന. നെയ്യ് വളരെ കുറച്ചെടുത്തിരിക്കുന്നത് അത് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പഴം കുറച്ചല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ നെയ്യ് ഒഴിച്ചിട്ട് 2 or 4 ഒക്കെ ഇട്ട് ഒന്നിച്ചെടുക്കാം. അടുത്തത് ഇതുപോലെ തന്നെ ഇടാം. മറ്റേ ഭാഗം ഇനി തിരിച്ചിടാം. രണ്ടാമത്തെ പഴം നിറച്ച് റെഡിയായി. ഇനി അതും സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഈവനിങ് സ്നാക്കും ഇന്നത്തെ ഇത് തന്നെ ആകട്ടെ. നിങ്ങളിത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചെയ്തത് എങ്ങനെയെന്നുള്ളത് എന്നെയും കൂടെ അറിയിക്കാൻ മറക്കരുതേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.